الله أكبر الله أكبر. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. الحمد لله على إحسانه وكماله، والشكر له على توفيقه وامتنانه، ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده. وأشهد أن محمدًا عبده ورسوله الداعي إلى رضوانه. وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليماً كثيراً. أما بعد، فإن أحسن الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم،
وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين. സ്നേഹാധീനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖമായി ഓതിവച്ച സൂറത്തു ഹൂദിൻ്റെ 120 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. പ്രവാചകന്മാരുടെ കഥകളെല്ലാം നാം താങ്കൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണത്? മാ നുസബ്ബിതു ബിഹി ഫുആദക്. ആ കഥകളിൽ, ചരിത്രങ്ങളിൽ നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന, സ്ഥൈര്യത്തോടെ നിലനിർത്തുന്ന കാര്യങ്ങൾ, ഗുണപാഠങ്ങൾ അതിലൂടെ ലഭിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ നല്ല ഒരു ഭാഗം മാറ്റിവെച്ചിട്ടുള്ളത് പൂർവ്വകാല പ്രവാചകന്മാരുടെയും പൂർവ്വകാല സമൂഹങ്ങളുടെയും ചരിത്രം നമുക്ക് പറഞ്ഞു തരാനാണ്. ചരിത്രങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏതാണ്ട് 4 ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ചരിത്രങ്ങളിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അത്തരത്തിൽ ഒരുപാട് കഥകളും ചരിത്രങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വസ്തുതകൾ വിവരിച്ചു തരുവാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു ശൈലിയാണ് ഉപമകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളത്. സൂറത്തു ഇബ്രാഹിമിൻ്റെ 25 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്. അല്ലാഹു തആല ജനങ്ങൾക്ക് ഉപമകൾ വിവരിച്ചു തരുന്നു, ഉപമകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. എന്തിനാണത്? ലഅല്ലഹും യതദക്കറൂൻ. അവർ ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ, അവർ ബോധമുള്ളവരാകുവാൻ. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ പ്രബോധനത്തിൽ, ഹദീസുകളിൽ സ്വീകരിച്ച ഒരു ശൈലിയാണ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും ഉപമകളുമെല്ലാം. അത് രണ്ടും, ചരിത്രവും ഉപമയും ഒരുമിച്ച് വരുന്ന ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അൽ ഹാരിസ് അൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, ഇമാം അഹ്മദും തിരുമിദിയുമെല്ലാം ഉദ്ധരിച്ച ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യാ നബി അലൈഹിസ്സലാമിനോട് 5 കാര്യങ്ങൾ കൽപ്പിക്കുകയാണ്. ആ 5 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർത്തുകയും പകർത്തുകയും അത് ജീവിതത്തിൽ പകർത്തുവാനായി തൻ്റെ സമൂഹത്തോട്, ബനു ഇസ്രായേൽ സമൂഹത്തോട് കൽപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യാ നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. യഹ്യ ബിൻ സക്കരിയ നബി അലൈഹിസ്സലാം ആ ഒരു കൽപ്പന അത് ശിരസാവഹിക്കാൻ കുറച്ചൊരു കാലതാമസമെടുത്തു, കുറച്ചൊന്ന് കാത്തിനിന്നു. കേട്ട ഉടനെ തന്നെ അത് പ്രാവർത്തികമാക്കിയില്ല. ഉടനെ തൻ്റെ സമകാലീനായിരുന്ന അതേ നാട്ടുകാരിലേക്ക് നിയുക്തനായ ഈസാ നബി അലൈഹിസ്സലാം യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു താങ്കളോട് കൽപ്പിച്ച 5 കാര്യങ്ങളുണ്ടല്ലോ, താങ്കൾ അത് ജനങ്ങളോട് കൽപ്പിക്കുന്നില്ലെങ്കിൽ ഞാനത് പറയും.
യഹ്യ നബി അലൈഹി സ്വലാം പറഞ്ഞു, താങ്കൾ അങ്ങനെ ചെയ്യരുത്. താങ്കൾ അങ്ങനെ ചെയ്താൽ ഞാൻ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുമോ, അള്ളാഹുവിൻ്റെ ശിക്ഷ എനിക്ക് വന്നു ഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എനിക്ക് മുമ്പേ താങ്കളത് ചെയ്തു പോകരുത് എന്ന് യഹ്യ നബി അലൈഹി സ്വലാം ഈസാ നബിനോട് പറയാം. പ്രവാചകന്മാർക്ക് അത്രയും ധൃതിയുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്നതിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെക്കുറിച്ച് സൂറത്തുൽ അംബിയാഇൻ്റെ 90-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മകളിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ. ആ ധൃതിയുടെ ഭാഗം തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചതും. അങ്ങനെ യഹ്യ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ തൻ്റെ ജനതയെല്ലാം ബൈത്തുൽ മഖ്ദിസിൽ ഒരുമിച്ച് കൂട്ടി. പള്ളി മുഴുവൻ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. പള്ളിയുടെ ജനലും വാതിലും ചുറ്റുള്ള ചുമരുകളും അതിൻ്റെയൊക്കെ മുകളിൽ ആളുകൾ കയറിയിരുന്നു. അത്രയും പള്ളിയിൽ സ്ഥലമില്ലാത്ത തരത്തിൽ പള്ളി നിറഞ്ഞു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് യഹ്യ നബി അലൈഹിസ്സലാം പ്രസംഗം ആരംഭിക്കുകയാണ്. എന്താണ് അള്ളാഹു കൽപ്പിച്ച ഒന്നാമത്തെ കാര്യം? ഇന്നല്ലാഹ അമറനി ബിഖംസി കലിമാത്തിൻ അൻ അഅമല ബിഹിന്ന വആമുറകും അൻ തഅമലു ബിഹിൻ. എൻ്റെ ജീവിതത്തിൽ പകർത്തുവാനും നിങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങളോട് കൽപ്പിക്കാനുമായി 5 കാര്യങ്ങൾ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവ്വലുഹുന്ന അൻ തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് പറഞ്ഞ ഒന്നാമത്തെ കൽപ്പന അത് തൗഹീദായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വസ്തുത നമ്മെ ഉണർത്തുന്നുണ്ട്. സൂറത്തുൽ അംബിയാഇൻ്റെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ. നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ തൗഹീദിലേക്കുള്ള ക്ഷണം, ആ ശിർക്കിൽ നിന്നുള്ള വിലക്ക്, അതായിരുന്നു അവിടുന്ന് ആദ്യമായി കൽപ്പിച്ച കൽപ്പന. എന്നിട്ട് യഹ്യ നബി അലൈഹിസ്സലാം ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? വ ഇന്ന മിസ്ല മൻ അശ്റക ബില്ലാഹി കമസലി റജുലിൻ ഇശ്തറ അബ്ദൻ മിൻ ഖാലിസി മാലിഹി ബിദഹബിൻ ഔ വരിഖ്. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വ്യക്തിയുടെ ഉപമ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം സമ്പത്ത് കൊണ്ട്, സ്വന്തം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒരു അടിമയെ വാങ്ങുകയാണ്. അടിമയെ വില കൊടുത്ത് വാങ്ങിയിട്ട് ആ അടിമയോട് പറയുകയാണ്, ഹാദിഹി ദാരി വഹാദ അമലി. ഇതാണ് എൻ്റെ ഗോഡൗൺ, എൻ്റെ വർക്ക് പ്ലേസ്, എൻ്റെ ജോലിയുടെ സ്ഥലം ഇതാണ്. ഇവിടെയുള്ള ഈ ജോലികളൊക്കെയാണ് നീ ചെയ്യേണ്ടത്, അതുകൊണ്ട് നീ ഇവിടെ ജോലി ചെയ്യുക. എന്നിട്ട് ഫഅമൽ വഅദ്ദി ഇലൈ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നീ എനിക്ക് തരിക എന്ന് പറയുകയും, അങ്ങനെ ആ ഒരു അടിമയുടെ വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും എല്ലാം ഏറ്റെടുത്ത യജമാനനോട് തനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ യജമാനൻ ആ അടിമയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ അടിമ ജോലി ചെയ്യുന്നു. ഫകാന യഅമലു വയുഅദ്ദി ഇലാ ഗൈരി സയ്യിദിഹി. ആ അടിമ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ചെയ്ത് കിട്ടുന്ന വരുമാനം മുഴുവൻ അദ്ദേഹം മറ്റൊരാൾക്കാണ് കൊടുക്കുന്നത്. തൻ്റെ യജമാനന് കൊടുക്കേണ്ട വരുമാനം മുഴുവൻ മറ്റൊരു വ്യക്തിക്ക് അവൻ കൊടുക്കുന്നു. എന്നിട്ട് യഹ്യ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഫഅയ്യുക്കും യർദാ അൻ യകൂന അബ്ദുഹു കദാലിക്. നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ ഒരാളുടെ അടിമ ഇങ്ങനെയാകുന്നത് ഇഷ്ടപ്പെടുന്നത്? ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? തനിക്കെല്ലാം തരുന്നത്, ഭക്ഷണവും പാർപ്പിടവും എല്ലാം തരുന്ന യജമാനൻ അല്ലെ, തന്നെ വില കൊടുത്ത് വാങ്ങിയ യജമാനൻ, എന്നിട്ട് ആ യജമാനന് കൊടുക്കേണ്ട വരുമാനം അത് മറ്റൊരാൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. അത്രയും നന്ദി കെട്ട പരിപാടി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് യഹ്യ നബി അലൈഹി സ്വലാം തൻ്റെ സമൂഹത്തോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ശിർക്കാണ് ഏറ്റവും നന്ദി കെട്ട പ്രവർത്തനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിലൂടെ പറഞ്ഞില്ല, ലാ അഹദുൻ അസ്ബറ അലാ അദൻ യസ്മഉഹു മിനല്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോളം ദുരിതം കേൾക്കേണ്ടി വരുന്ന, ഉപദ്രവം കേട്ടനുഭവിക്കേണ്ടി വരുന്ന മറ്റാരുമില്ല. എന്താണ് അല്ലാഹു കേൾക്കേണ്ടി വരുന്ന ഉപദ്രവം? ഇന്നഹു യുശ്റകു ബിഹി വയുജ്അലു ലഹു വലദുൻ വഹുവ യുആഫീഹിം വയദ്ഫഉ അൻഹും വയർസുഖുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കപ്പെടുകയാണ്, അവന് മക്കളുണ്ടെന്ന് വാദിക്കപ്പെടുകയാണ്,
ആ അള്ളാഹു ആകുന്നു അവർക്ക് ആഫിയത്ത് നൽകുന്നത്, സൗഖ്യം നൽകുന്നത്. അവനാകുന്നു അവരുടെ ഉപദ്രവങ്ങളെല്ലാം തടുക്കുന്നത്. എന്നിട്ട് ആ അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുകയാണല്ലോ. എന്നിട്ടും ആ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് വാദിക്കപ്പെടുകയാണല്ലോ. അള്ളാഹുവിനേക്കാളും ഉപദ്രവം കേട്ടനുഭവിക്കേണ്ടി വരുന്ന മറ്റാരുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. രണ്ടാമത്തെ കൽപ്പന എന്തായിരുന്നു സഹോദരന്മാരെ? വ ഇന്നല്ലാഹ അമറക്കും ബിസ്സലാഹ്, അള്ളാഹു നിങ്ങളോട് നിസ്കരിക്കുവാൻ കൽപ്പിക്കുന്നു. ഫഇദാ സല്ലൈതും ഫലാ തൽതഫിതു, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിക്കരുത്. നിങ്ങളുടെ ശ്രദ്ധകൾ മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധകൾ പതിപ്പിക്കരുത്. അള്ളാഹുവിനെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ട നിസ്കാരത്തിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കരുത്. എന്താ കാരണം? ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത്. ഒരടിമ നിസ്കരിക്കുന്ന സമയമത്രയും അവൻ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, അവൻ അവൻ്റെ സുജൂദിലേക്ക് മാത്രം നോക്കുന്ന, അവൻ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കുന്ന സമയമത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖത്തെ അവൻ്റെ അടിമയിലേക്ക് നാട്ടിയിരിക്കുകയാണ്. അടിമയ്ക്ക് വേണ്ടി അള്ളാഹു അവൻ്റെ മുഖം തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിൽ മറ്റുള്ള ശ്രദ്ധകൾ നിങ്ങൾക്കുണ്ടാകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് എന്ന് യഹ്യാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തെ ഉണർത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നിസ്കാരത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? വഖ്തിലാസുൻ യഖ്തലിസു ശൈത്താൻ മിൻ സലാത്തി അഹദിക്കും, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ നിന്നും പിശാച് കട്ടുകൊണ്ടുപോകുന്ന ഭാഗമാണ് അവൻ തിരിഞ്ഞു നോക്കുന്ന, കണ്ണുകൊണ്ട് കൃഷ്ണമണി കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന, തലതിരിച്ചു നോക്കുന്ന നോട്ടമുണ്ടല്ലോ, അത് നിസ്കാരത്തിൽ നിന്നും പിശാച് കട്ടെടുക്കുന്നതാകുന്നു, തട്ടിയെടുക്കുന്നതാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ പിശാച് തിരിഞ്ഞോടും. പിന്നീട് ബാങ്ക് കഴിഞ്ഞാൽ ഇഖാമത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ സമയമാകുമ്പോഴേക്ക് തിരിച്ചു വരും. ഇഖാമത്ത് കൊടുത്താൽ പിശാച് വീണ്ടും തിരിഞ്ഞോടും. പിന്നെ തക്ബീർ കെട്ടുമ്പോൾ പിശാച് വരും. എന്നിട്ട് ഹത്താ യഖ്തുറ ബൈനൽ മർഇ വ നഫ്സി, ആ മനുഷ്യൻ്റെ മനസ്സിൽ പിശാച് ഇങ്ങനെ ഓരോന്ന് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. ഉദ്കുർ കദ, ഇന്നത് ആലോചിച്ചു നോക്ക്, ഇന്നത് ചിന്തിച്ചു നോക്ക്, ഇന്നതെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. അങ്ങനെ പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ മുമ്പ് അവന് ഓർമ്മയില്ലാത്ത പലതും അവന് ഓർമ്മയാകും. ഹത്താ യദല്ല റജുലു മാ യദ്രി കം സല്ലാ, അങ്ങനെ ആലോചിച്ച് സലാം വീട്ടേണ്ട സമയമാകുമ്പോഴേക്കും എത്ര റക്അത്താണ് നിസ്കരിച്ചത് എന്ന് പോലും ഓർമ്മയില്ലാത്ത സ്ഥിതിയിലേക്ക് അവൻ ആയിത്തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്ന് പറഞ്ഞ സ്വഹാബി വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, പിശാച് എൻ്റെ നമസ്കാരത്തിൽ വല്ലാതെ എന്നെ പിഴപ്പിക്കുന്നുണ്ട്, എൻ്റെ നമസ്കാരത്തിൽ എനിക്ക് ഫിത്ന ഉണ്ടാക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്താനുൻ യുഖാലു ലഹു ഖിൻസബ്, അതൊരു പിശാചാണ്, ആ പിശാചിൻ്റെ പേര് ഖിൻസബ് എന്നാണ്. ഫഇദാ അഹ്സസ്തഹു ഫതഅവ്വദ് ബില്ലാഹി മിൻ, ആ പിശാച് നിന്നെ പിഴപ്പിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്നുണ്ട് എന്ന് നീ അനുഭവപ്പെട്ടാൽ നീ അള്ളാഹുവിനോട് ശരണം തേടുക. വദ്ഫുൽ അലാ യസാരിക സലാസ, നിന്റെ ഇടതുഭാഗത്തേക്ക് 3 തവണ നീ ചെറിയ രൂപത്തിൽ തുപ്പൽ തെറിപ്പിച്ചുകൊണ്ട് പിന്നെ തുപ്പുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുകയും അത് അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് എന്ന ചിന്തയോടുകൂടി, രഹസ്യ സംഭാഷണമാണെന്ന ചിന്തയോടുകൂടി നിസ്കാരത്തിൽ നിലനിർത്തുകയും ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അടുത്തതായി യഹ്യാ നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തോട് കൽപ്പിച്ചു, വആമുറുക്കും ബിസ്സിയാം, നോമ്പ് നോൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഫഇന്ന മിസ്ല ദാലിക കമസലി റജുലിൻ ഫീ ഇസാബത്തിൻ മഅഹു സുറത്തുൻ ഫീഹാ മിസ്ക്, കാരണം നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉപമ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ, ഒരു സംഘം യാത്രക്കാർക്കിടയിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു കിഴിയുണ്ട്, അല്ലെങ്കിൽ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ വളരെ നല്ല സുഗന്ധമുണ്ട്, ഒരു അത്തറുണ്ട്. എന്നിട്ട് ആ അത്തർ ആ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ആ അത്തറിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്, ആ സുഗന്ധം ഭയങ്കര താല്പര്യമാണ്. അതുപോലെയാകുന്നു നോമ്പുള്ള ഒരു വ്യക്തി എന്ന് യഹ്യാ നബി അലൈഹിസ്സലാം പറയുകയാണ്. വഇന്ന റീഹസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, സുഗന്ധത്തെക്കാളും നല്ല മണമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്, പ്രിയങ്കരമാണ് ഒരു നോമ്പുകാരൻ്റെ നോമ്പ് കാരണം ഉണ്ടാകുന്ന വായുടെ ഗന്ധമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഹ്യാ നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തതായി പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ,
തുല്യതയില്ലാത്ത കർമ്മമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയ നോമ്പിനെ കൊണ്ട് അതിൽ ശ്രദ്ധ പതിപ്പിക്കുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത കൽപ്പന. അടുത്തതായി വആമുറുക്കും ബിസ്സദഖ, യഹ്യാ നബി പറയുകയാണ്, സ്വതക്ക കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. ഫഇന്ന മിസ്ല ദാലിക കമസ്ലി റജുലിൻ അസ്റഹുൽ അദുവു, കാരണം സ്വതക്ക നൽകുന്ന ഒരു വ്യക്തിയുടെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അവൻ്റെ ശത്രുക്കൾ പിടിച്ചു വെക്കുകയാണ്, എന്നിട്ട് അവനെ കയറുകളിൽ ബന്ധനസ്ഥനാക്കുകയാണ്, എന്നിട്ട് അവൻ്റെ തല വെട്ടുവാൻ വേണ്ടി, തല കൊയ്യുവാൻ വേണ്ടി അവനിലേക്ക് ഓങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ആ മനുഷ്യനത പറയുകയാണ്, എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ തരാം, പക്ഷേ നിങ്ങൾ എന്നെ വെറുതെ വിടണം, എൻ്റെ ജീവൻ നിങ്ങൾ എനിക്ക് വിട്ടു നൽകണം എന്ന് പറയുന്നത് പോലെയാണ് സ്വതക്ക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് യഹ്യാ നബി അലൈഹി സ്വലാം പറയുകയാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? നമ്മൾ ചെയ്യുന്ന തിന്മകൾ, ഹറാമുകൾ, ജീവിതം ഹറാമുകൾ കൊണ്ട് മലീമസമാക്കി അള്ളാഹുവിൻ്റെ ശിക്ഷയും കോപവും ഇറങ്ങാൻ കാരണമാകുന്ന സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കടന്നു വരിക നമ്മുടെ സ്വതക്കകളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വതക്ക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയും, അള്ളാഹുവിൻ്റെ ശിക്ഷയെ കെടുത്തിക്കളയും. അതുപോലെ തന്നെ അടുത്തതായി അദ്ദേഹം കൽപ്പിച്ചു, വഅമുറുക്കും അൻ തദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം, ദിക്ർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. ഫഇന്ന മിസ്ല ദാലിക കമസലി റജുലിൻ ഖറജൽ അദുവു ഫി അസരിഹി, കാരണം അള്ളാഹുവിനെ സ്മരിക്കുന്ന, ദിക്ർ ചൊല്ലുന്ന ഒരു വ്യക്തി, അള്ളാഹുവിൻ്റെ സ്മരണയുള്ള ഒരു വ്യക്തിയുടെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പിന്നാലെ അവൻ്റെ ഒരുപാട് ശത്രുക്കൾ ഓടുകയാണ്, അവനെ പിടികൂടുവാൻ വേണ്ടി ശത്രുക്കൾ അവൻ്റെ പിന്നാലെ ഓടുകയാണ്. എന്നിട്ട് ആ മനുഷ്യനതാ സംരക്ഷിതമായ, സുരക്ഷിതമായ ഒരു കോട്ടയിൽ അഭയം പ്രാപിക്കുന്നു. ആ കോട്ടക്കകത്തേക്ക് ആ ശത്രുക്കൾക്ക് കയറാൻ സാധിക്കുന്നില്ല, അവൻ്റെ ജീവനെ ആ കോട്ടക്കുള്ളിൽ അവൻ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതുപോലെയാകുന്നു ദിക്ർ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. കദാലിക്കൽ അബ്ദ്, അതുപോലെ തന്നെയാണ് ഒരു അടിമ, ലാ യുഹ്രിസു നഫ്സഹു മിനശ് ശൈത്താൻ ഇല്ലാ ബിദിക്രില്ലാ, പിശാചിൽ നിന്നൊരു മനുഷ്യന്, ഒരു അടിമക്ക് മോചനം ലഭിക്കുക, സംരക്ഷണം ലഭിക്കുക, അത് ദിക്റിലൂടെയാണ്, റബ്ബിനോടുള്ള സ്മരണയിലൂടെയാകുന്നു എന്ന് യഹ്യാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ്. നേരെ തിരിച്ച് അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാലോ, റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ഇരുന്നാലോ, ജീവിതത്തിൽ ചൊല്ലേണ്ട, പാലിക്കേണ്ട അള്ളാഹുവിൻ്റെ ഓരോ ദിക്റുകൾ, ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലുകയും പറയുകയും ചെയ്യേണ്ട സ്മരണകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുഖ്റൂഫിന്റെ 36-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ, പരമകാരുണ്യകന്റെ സ്മരണയെ തൊട്ട് ആരെങ്കിലും മുഖം തിരിച്ചാൽ, നുഖയ്യിദ് ലഹു ശൈത്താനൻ, അവനൊരു പിശാചിനെ നാം ഏർപ്പാടാക്കി കൊടുക്കുമെന്നാണ്. ഫഹുവ ലഹു ഖരീൻ, അവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന, അവനെ പിഴപ്പിക്കുവാനുള്ള ഏതൊരു അവസരങ്ങളും കാത്തിരിക്കുന്ന, എല്ലാ സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു പിശാചിനെ അവൻ്റെ പിന്നാലെ നാം ഏർപ്പാടാക്കി കൊടുക്കും. അള്ളാഹുവിനോടുള്ള സ്മരണ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ദിക്റുകൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിന്തിരിഞ്ഞു പോകുന്ന പിശാചിൻ്റെ ഷെറിൽ നിന്ന് എന്ന് പറയുന്ന സൂറത്തുൻ നാസിലെ ആയത്തിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് എങ്ങനെയാണ്? അവൻ, ഒരു അടിമ, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം അള്ളാഹുവിനെ കുറിച്ച് വിസ്മരിച്ച് കളഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലാതിരുന്നാൽ പിശാച് അവനെ പിഴപ്പിക്കും. പിന്നെ ഇദാ ദഖറല്ലാഹ് ഖനസ്, അള്ളാഹുവിനെ അവൻ സ്മരിച്ചാൽ, അള്ളാഹുവിൻ്റെ സ്മരണ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആ പിശാച് അവിടെ നിന്ന് ഓടിപ്പോകുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനുള്ള സ്മരണയിൽ, ദിക്റിലാണ് പിശാചിനുള്ള സംരക്ഷണം നമുക്കുള്ളത്. അള്ളാഹു അതിലൂടെയാണ് നമ്മളെ സംരക്ഷിക്കുക. ആ ദിക്റിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മഹത്വമുള്ള ഷഅബാൻ മാസത്തിൻ്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നോമ്പ് നോറ്റിരുന്ന ഷഅബാനിൻ്റെ പകുതിയിലാണ് നമ്മളുള്ളത്. മുൻഗാമികൾ, സച്ചരിതരായ സലഫുകൾ ഷഅബാനിന് ഷഹ്റുൽ ഖുറാ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഖുർആൻ പാരായണക്കാരുടെ മാസം. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ പരിശ്രമിക്കുകയും അതിന് സമയം കണ്ടെത്തുകയും
അതിനുവേണ്ടി ഒരുങ്ങി മാറി നിൽക്കുകയും ചെയ്തിരുന്നു മുൻഗാമികൾ ഷഅബാൻ മാസത്തിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റമളാനിലേക്കുള്ള ഒരു ഒരുക്കം, റമളാനിലേക്ക് സ്വന്തം ആ റമളാനിൽ ഏറ്റവും നല്ല രൂപത്തിൽ റമളാനിനെ വരവേൽക്കാൻ, റമളാൻ ഉപയോഗപ്പെടുത്താൻ, അതിനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി പുതിയ ശീലങ്ങൾ, കൂടുതൽ നന്മകളിൽ വ്യാപൃതരാകുവാൻ, ഷഅബാനിൽ തന്നെ ഒരുപാട് നന്മകളെ കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോറ്റിരുന്നത് അത് ഷഅബാനിലായിരുന്നു. ഷഅബാൻ പകുതിക്ക് ശേഷം നോമ്പ് നോൽക്കരുത് എന്ന് പറയുന്ന ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഷഅബാൻ പകുതി വരെ നോമ്പ് നോൽക്കാതെ അതിന് ശേഷം നോമ്പ് തുടങ്ങരുത് എന്ന അർത്ഥത്തിലാണ്. നേരത്തെ നോമ്പ് നോറ്റ് ഷഅബാൻ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയ ഒരു വ്യക്തിക്ക് പകുതിക്ക് ശേഷവും നോമ്പ് നോൽക്കാം. അതുപോലെ എല്ലാ മാസവും തുടർന്ന് വരുന്ന നോമ്പ് അത് ഷഅബാനിലും അവർക്ക് അത് നോൽക്കുന്നതിന് തെറ്റില്ല, കുഴപ്പമില്ല. ഒരു വർഷത്തെ കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം ഷഅബാൻ 15 ഒരു രാത്രി മാത്രം പ്രത്യേക ഒരു നമസ്കാരമോ, അന്ന് മാത്രം പ്രത്യേക ഒരു 15 മാത്രം ഒരു നോമ്പോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആരാധനാ കർമ്മമോ ഇതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. വളരെ ദുർബലമായ ചില റിപ്പോർട്ടുകൾ മാത്രമാണ് അത്തരത്തിൽ ഷഅബാൻ 15 പ്രത്യേക ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില താബിഈ വര്യന്മാരൊക്കെ ഷഅബാൻ്റെ അന്ന് മാത്രം പ്രത്യേക ചില നിസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നു എന്ന ചില റിപ്പോർട്ടുകളുണ്ട്, ചില താബിഈങ്ങൾ. പക്ഷേ അതുണ്ടായ കാലഘട്ടത്തിൽ തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന മറ്റു താബിഈ വലിയ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ അതിനെ ശക്തമായി എതിർക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തിൻ്റെ ചര്യയില്ലാത്ത കർമ്മം അത് ചെയ്യാൻ പാടില്ല എന്ന് അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ചര്യയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേസമയം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള സ്വലാത്തുൽ അൽഫിയ എന്ന് പറഞ്ഞൊരു നിസ്കാരം ഹിജ്റ 448 ആദ്യമായി ആ നിസ്കാരം ഇസ്ലാമിക ലോകത്ത് കടന്നു വരുന്നത്. ആ ഷഅബാൻ 15 അന്നിന് മാത്രം, ആ ദിവസത്തിന് മാത്രം ഒരു പ്രത്യേക ഒരു ആഘോഷത്തിൻ്റെ പരിവേഷം നൽകിയത്, ആദ്യമായി നൽകിയത് ഷിയാക്കളാണ്. ഷിയാക്കളിൽ നിന്നാണ് പിന്നെ മറ്റുള്ള സുന്നികളിലേക്ക് ആ ഒരു ആചാരം, അന്നൊരു പ്രത്യേക ഭക്ഷണമുണ്ടാക്കലും പ്രത്യേക ഒരു വസ്ത്രം ധരിക്കലും ഒരു ആഘോഷമാക്കി മാറ്റുന്ന ബിദ്അത്ത് അതുണ്ടായി വന്നത്. ഷഅബാൻ 15 അന്നുള്ള രാത്രിയിലെ നമസ്കാരത്തെക്കുറിച്ച് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ബിദ്അത്താനി ഖബീഹത്താനി മുൻകറത്താൻ, അത് വളരെ മ്ലേച്ഛമായ, വളരെ മോശപ്പെട്ട ബിദ്അത്താണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിൽ അന്ന് മാത്രം 15 അന്ന് മാത്രം പ്രത്യേക ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ കർമ്മവും ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹി പോലുള്ള ചില പണ്ഡിതന്മാർ ഷഅബാൻ 15 മഹത്വം പറഞ്ഞ ചില ഹദീസുകൾ സ്വഹീഹാക്കിയത് കാണാൻ സാധിക്കും, സ്വഹീഹാണെന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ആ ഹദീസുകളിലൊന്നും അന്നിന് ആ ദിവസം ചെയ്യേണ്ട ഒരു പ്രത്യേക കർമ്മം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് പ്രത്യേകമായ മഗ്ഫിറത്ത് നൽകും, പ്രത്യേകമായ കാരുണ്യം നൽകും. അതുകൊണ്ട് അടിമകൾ, വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ പരസ്പരം ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല. അവർ പരസ്പരം വിദ്വേഷത്തിലും ശത്രുതയിലും നിലകൊള്ളാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ഹദീസുകൾ മാത്രമേ സ്ഥിരപ്പെട്ടു എന്ന് പറയുന്ന ഹദീസുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആ ദിവസത്തിൽ പ്രത്യേകമായൊരു കർമ്മവും ശരിയായ സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല തന്നെ പറയുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ദിവസത്തിന് പ്രത്യേകത പറയപ്പെട്ട പ്രത്യേകത സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേക രൂപത്തിൽ പ്രത്യേക ഒരു നമസ്കാരം ലം യഖുസ്സഹ ശാരിഉൽ ഹകീമു ബിഹാ, അല്ലാഹു അത് പഠിപ്പിച്ചിട്ടില്ല. ബൽ ദാലിക കുല്ലുഹു ബിദ്അ യജിബു ഇജ്തിനാബുഹ, അതെല്ലാം ബിദ്അത്താണ്, അത് വെടിയൽ നിർബന്ധമാകുന്നു. അതുപോലത്തെ സച്ചരിത മുൻഗാമികൾ സ്വീകരിച്ചു പോകുന്ന ശൈലി, അവർ ആചരിച്ചതുപോലെ ദീൻ ആചരിക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമേ റമളാൻ്റെ മുമ്പ് നമുക്ക് ലഭിക്കാനുള്ളൂ. നമ്മൾ നോറ്റ് വീട്ടാനുള്ള നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നോറ്റ് വീട്ടുക. ഒരു റമളാൻ കഴിഞ്ഞിട്ട് ഖളാ ഉള്ള നോമ്പ് അടുത്ത റമളാനിന് മുമ്പ് നോറ്റ് വീട്ടിയിട്ടില്ലെങ്കിൽ, കാരണമില്ലാതെ, ന്യായമായ രോഗങ്ങൾ പോലുള്ള കാരണമില്ലാതെയാണ് നോറ്റ് വീട്ടാത്തതെങ്കിൽ അത് കുറ്റത്തിന് കാരണമാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ കുറ്റം കിട്ടാൻ, അത് ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് മാത്രമല്ല, പിന്നീട് നോമ്പ് നോറ്റാൽ മാത്രം പോരാ, പിന്നീട് ഒരു പാവപ്പെട്ട മിസ്കീന് ഒഴിവാക്കിയ ഓരോ നോമ്പിന് ഭക്ഷണം കൊടുക്കണം. നോറ്റ് വീട്ടുകയും വേണം, ഭക്ഷണം കൊടുക്കും വേണം.
എന്നാൽ ന്യായമായ രോഗം പോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഒഴിവാക്കിയതെങ്കിൽ അത് പിന്നീട് വീട്ടാൻ പ്രശ്നമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന റമദാനിന് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ, അള്ളാഹു അവൻ്റെ റസൂലും തൃപ്തിപ്പെടുന്ന, അള്ളാഹു അവൻ്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ റമദാനിനെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.